ഹലോ ഗൈസ്, നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് എന്തൊക്കെ ഉണ്ടാക്കാറ്? ചപ്പാത്തി, പൂരി, അല്ലെങ്കിൽ ഗോതമ്പ് ദോശ, ഗോതമ്പിൻ്റെ പുട്ടൊക്കെ അല്ലേ. ഇനി ഇടിയപ്പം കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കിയേക്ക്, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ 1.5 കപ്പ് ഗോതമ്പ് പൊടി ഞാനൊരു പാനിലേക്ക് ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചു. ഇനി 2 കപ്പ് വെള്ളമാണ് എടുത്തത്. 1.5 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക്, എങ്കിൽ ഇത്തിരി വെള്ളം കൂടുതൽ വെച്ചെന്നേ ഉള്ളൂ. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് തിളച്ച് വരുമ്പോൾ ഈ ഗോതമ്പ് പൊടിയിലേക്ക് കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കണം. ഇനി ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെക്കണം കേട്ടോ. എന്നിട്ടൊരു പരന്ന പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഗോതമ്പ് പൊടി നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കുഴിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് വെള്ളമൊക്കെ വേണമെങ്കിൽ അതിൽ ചേർത്ത് കൊടുത്തിട്ട് നല്ല മയത്തിൽ കുഴച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇഡ്ഡലി തട്ടിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തൂത്തിട്ട് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കണം. കാരണം ഗോതമ്പിൻ്റെ ഇടിയപ്പത്തിനൊക്കെ തേങ്ങ മസ്റ്റാണേ. അങ്ങനെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇടിയപ്പം റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ കടലക്കറിയുടെ കൂടെയോ ഏത് കറിയുടെ കൂട്ടത്തിൽ വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.